ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയ്ഡിങ് എലമെൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ ഷെയ്ഡിങ് എലമെൻ്റാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് വരച്ചു കൊടുക്കുന്നത് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്ത് താഴേക്ക് വലിച്ചു കൊടുക്കുക. താഴേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പ്രഷറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് പ്രഷർ കൊടുത്ത് മാത്രം താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ആർച്ച് ഷേപ്പിലുള്ള ഒരു പെറ്റൽ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്ന് സ്ട്രോക്ക് അപ്ലൈ ചെയ്ത് താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. ഡോട്ട് ഇട്ട് കൊടുക്കുക, താഴേക്ക് വലിച്ചു കൊടുക്കുക. ഡോട്ട് ഒരുപാട് വലുതാവാനും പാടില്ല, ഒരുപാട് ചെറുതാവാനും പാടില്ല. എപ്പോഴും ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റൽസ് എല്ലാം നമ്മൾ തിക്കൺ ചെയ്ത് കൊടുക്കണം. അതെന്തിനാണ്? ഫ്ലവേഴ്സ് എല്ലാം കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പെറ്റലുകൾ തിക്കൺ ചെയ്ത് കൊടുക്കണം എന്ന് പറയാനായിട്ട് കാരണം. ദെൻ ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ഞാൻ സ്ട്രോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെ നമ്മൾ അപ്പർ ഷെയ്ഡിങ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലോവർ പോർഷനിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തു. ദെൻ നമ്മൾ പെറ്റലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മേൽഭാഗത്തേക്ക് നമ്മൾ വലിച്ചു കൊടുക്കുക. ഇതിനെ നമ്മൾ ലോവർ ഷെയ്ഡിങ് എന്നാണ് പറയുന്നത്. ദെൻ ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽ വരച്ചു കൊടുത്തു. അവിടെ ഞാൻ സ്ട്രോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മുകളിൽ ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽ വരച്ചതിൽ സ്ട്രോക്ക് മിക്സപ്പ് ആയി പോയിട്ടുണ്ട്. അത് റോങ് ആയിട്ടുള്ള വേ ആണ് കേട്ടോ. അവിടെ ഞാനത് തെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അത് റോങ് ആയിട്ടുള്ള വേ ആണ്. നമ്മളങ്ങനെ സ്ട്രോക്ക് വരയ്ക്കുമ്പോഴത്തേക്കും മിക്സപ്പായി പോകാൻ പാടില്ല. ലൈൻസുകൾ തമ്മിൽ മിക്സപ്പായി പോകാൻ പാടില്ല. അടുത്ത് നമ്മൾ ഹംസ് ആണ് പഠിക്കുന്നത്. ഹംസ് നമ്മൾ നേരത്തെ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അത് തന്നെ നമ്മൾ ചേർത്ത് വരയ്ക്കുന്നതിനെയാണ് ഷെയ്ഡ്. അപ്പോൾ അതൊരു ഹംസ് ഷെയ്ഡിങ് ആയിട്ട് മാറും. കണ്ടോ, ഹംസ് നമ്മൾ ചേർത്ത് കുറച്ച് പൊക്കി നമ്മൾ വരച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് പെറ്റൽസിൽ ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഷെയ്ഡിങ്ങിനും ഓരോ രീതിയിലുള്ള ഭംഗിയാണ് ഉണ്ടാകുക. വലിയ വലിയ പെറ്റൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഹംസ് എങ്ങനെയാണ് പെറ്റൽസിൻ്റെ ലോവറിലും അപ്പറിലും വരുന്നതെന്ന് അങ്ങനെ നോക്കാം. അപ്പറിൽ നമ്മൾ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മിഡിൽ ഭാഗത്തേക്ക് വരിക, ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ എൻഡ് ചെയ്യുക. അടുത്തത് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പെറ്റൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പിലുള്ള പെറ്റൽസിനും സൈഡിൽ നിന്ന് ഹംസ് സ്റ്റാർട്ട് ചെയ്യുക, മിഡിൽ ഭാഗത്തേക്ക് വരയുക, ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ എൻഡ് ചെയ്യുക. വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഔട്ടർ പോർഷനെല്ലാം ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ലോവർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആർച്ച് ഷേപ്പിലുള്ളൊരു പെറ്റൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മിഡിലിൽ വരിക, ഓപ്പോസിറ്റ് സൈഡിൽ എൻഡ് ചെയ്യുക. ദെൻ ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽ, അതും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വരണം. നമ്മുടെ ആ ഹംസിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ആ റൗണ്ടായിട്ടുള്ള എഡ്ജ് താഴ്ഭാഗത്ത് വരണം പെറ്റലിൻ്റെ. അതിനെയാണ് ലോവർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഔട്ടർ പോർഷനെല്ലാം തിക്കൺ ചെയ്ത് കൊടുക്കുക. ഔട്ടർ പോർഷൻ തിക്കൺ ചെയ്താൽ മാത്രമാണ് ഫ്ലവേഴ്സ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഫ്ലവേഴ്സ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണുള്ളൂ. അടുത്ത ഷെയ്ഡിങ് എലമെൻ്റാണ് റഫ്. റഫ് ഷെയ്ഡിങ് നമ്മൾ ഒരു ബുക്കിൽ ഇങ്ങനെ ജസ്റ്റ് കുത്തി വരയ്ക്കുന്ന ആ ഒരു ടൈപ്പിലാണ് വരിക. അത് നമുക്ക് പെറ്റലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ പക്ഷെ നമ്മൾ അത് വരച്ചു കൊടുക്കുമ്പോൾ ലൈൻസുകൾ തമ്മിൽ മിക്സപ്പ് ആവാതെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇതാണ് അതിൻ്റെ റഫ് ഷെയ്ഡിങ് അപ്പർ ഭാഗത്ത് വരുന്നത് പെറ്റൽസിൻ്റെ. ഇത് നമുക്കതിൻ്റെ ലോവർ എങ്ങനെ വരും നോക്കാം. ആദ്യം 2 പെറ്റൽസ് വരച്ചു കൊടുത്തു. അതിൻ്റെ താഴ്ഭാഗത്തായിരിക്കണം ഷെയ്ഡിങ്. അതിനാണ് നമ്മൾ ലോവർ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. ചില പെറ്റൽസിന് നമുക്ക് അപ്പർ ഷെയ്ഡിങ് കൊടുക്കാം, ചില പെറ്റൽസിന് നമുക്ക് ലോവർ ഷെയ്ഡിങ് കൊടുക്കാം. 2 ഷെയ്ഡിങ്ങും കൂടെ മിക്സിങ് ആക്കിയിട്ട് നമ്മൾ ഒരു ഫ്ലവേഴ്സിനും കൊടുക്കാൻ പാടില്ല. അപ്പർ ഷെയ്ഡിങ് ആണ് കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ പെറ്റൽസിനും അപ്പർ ഷെയ്ഡിങ് തന്നെ ആയിരിക്കണം. അല്ല ലോവർ ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ പെറ്റൽസിനും ലോവർ ഷെയ്ഡിങ് തന്നെ നിങ്ങൾ കൊടുക്കണം. ഇനി ഞാനിതൊരു ഫ്ലവേഴ്സിൽ എങ്ങനെയാണ് എല്ലാം വരുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു സ്പൈറൽ വരച്ചു. സ്പൈറലെല്ലാം നമ്മൾ മുന്നിലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.
നമ്മൾ ഒരിക്കലും ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ 4 പെറ്റൽസിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. മിനിമം ഒരു 5 പെറ്റൽസ് എങ്കിലും ഫ്ലവേഴ്സിന് വേണം. ഞാൻ എല്ലാത്തിൻ്റെയും ലോവർ ഷെയ്ഡിംഗ് ആണ് കാണിച്ചു തരുന്നത്. ആദ്യം ഞാൻ സ്ട്രോക്ക് അപ്ലൈ ചെയ്തിട്ട് ലോവർ ഷെയ്ഡിങ് വരച്ചു. ഷെയ്ഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഔട്ടർ പോർഷൻ തിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ പെറ്റൽസിൻ്റെയും ഔട്ടർ പോർഷൻ തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഹംസിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. അതിനെ വീണ്ടും ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുകയാണ്. സ്പൈറൽ വരച്ചു കൊടുത്തു. അതിൻ്റെ 4 സൈഡിലും പെറ്റൽസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. 5 പെറ്റൽസാണ് ഞാൻ വരച്ചു കൊടുത്തേക്കുന്നത്. ഹംസ് ലോവർ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിച്ചിരി വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഫ്ലവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ബുക്കിലാണ് വരയ്ക്കുന്നത്, അപ്പോൾ ചെറിയ ഫ്ലവറാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റഫ് ഷെയ്ഡിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതിനൊരു സ്പൈറൽ വരച്ചു കൊടുത്തു. ദെൻ ഞാൻ ആർച്ച് ഷേപ്പിലുള്ള പെറ്റൽസ് കൊടുക്കുകയാണ്. ആർച്ച് ഷേപ്പിലുള്ള പെറ്റൽസ് കൊടുത്തു. ഇനി ഞാൻ ലോവർ സൈഡിൽ റഫ് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അതിൻ്റെ റഫ് ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ നമ്മൾ സ്പീഡപ്പായിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഹംസ് പോലെ തന്നെ വരും. ജസ്റ്റ് കുത്തി വരയ്ക്കില്ലേ, അതുപോലെ നമ്മൾ റഫ് ഷെയ്ഡിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.